ഹലോ, എന്തല്ല, നമുക്കൊന്ന് കണ്ണൂർ വരെ പോയിട്ട് വരാം. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു പാക്കേജ് ഉണ്ട്. അത് കണ്ണൂരിൽ എത്തിക്കണം കേട്ടോ. കണ്ണൂർ പുതിയ തെരു എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് എത്തിക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഇന്ന് സൈക്കിൾ എടുത്തിട്ടാണ് നേരെ കണ്ണൂർ പോകുന്നത്. ആ പാക്കേജ് എന്താണുള്ളത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. 2 സൈക്കിളാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലൊന്നായ മോണ്ട്ര ബ്ലൂസ് 1.1 ഹൈബ്രിഡ് ബൈക്ക് എടുത്തിട്ടാണ് ഞാനിപ്പോൾ കണ്ണൂരിലേക്ക് പോകുന്നത്. ഒരെണ്ണം കൂടിയുണ്ട്, അത് വരുന്നത് ബർഗമോണ്ടിൻ്റെ ഹെലിക്സ് 1.5 എന്ന് പറയുന്ന ഹൈബ്രിഡ് ബൈക്കാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. അപ്പോൾ ഈ 2 ബൈക്കിലും കൂടിയിട്ട് ഞാൻ ഏകദേശം 18,000 കിലോമീറ്ററോളം സൈക്കിൾ ചെയ്തു കേട്ടോ. അതായത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ടോട്ടൽ 18,000 കിലോമീറ്റർ വരെ ഞാൻ റൈഡ് ചെയ്തിട്ടുണ്ട്. ആ 18,000 കിലോമീറ്ററിൽ ഏകദേശം 13,000 കിലോമീറ്ററും ഞാൻ ചവിട്ടിയത് ബർഗമോണ്ട് ഹെലിക്സ് എന്ന് പറഞ്ഞ മറ്റേ ബൈക്കിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ചെയിൻ വീല് അത് തേയ്മാനം വന്നിട്ട് റീപ്ലേസ് ചെയ്യാനായി. അതിൻ്റെ റീപ്ലേസ്മെൻറ്റിനുള്ള ചെയിൻ വീലാണ് പാക്കേജായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സൈക്കിൾ സർവീസ് ചെയ്യാൻ കൊടുത്തത് കണ്ണൂർ പുതിയ തെരുവുള്ള ഒരു ശ്രീജിത്തേട്ടൻ എന്ന് പറഞ്ഞ ഒരു ബൈക്ക് മെക്കാനിക്കിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് എനിക്ക് അവിടെ പുതിയ തെരു മൂപ്പര ഷോപ്പ് വരെ കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങിയത്. 18,000 കിലോമീറ്റർ സൈക്കിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, ഒരിക്കലും ഇങ്ങനെ ഒരു സൈക്ലിസ്റ്റ് ആകാനൊന്നും ഒരു സാധ്യതയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. വളരെ റാൻഡമായിട്ട് തുടങ്ങിയ ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഈ സൈക്ലിങ്. അപ്പോൾ അങ്ങനെ സൈക്ലിങ് തുടങ്ങി ഏകദേശം 4 വർഷം കൊണ്ട് തന്നെ ഈ 18,000 കിലോമീറ്ററാണ് ഇപ്പം കവർ ചെയ്തിട്ടുള്ളത്. ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് കാണിച്ചു തരാം. പക്ഷേ ഇന്ന് സ്കൈ കുറച്ച് ഡള്ളാണ്, പിന്നെ ക്ലൗഡിയാണ്. അപ്പോൾ സൺറൈസ് കാണാൻ പറ്റുമോ എന്നറിയില്ല. നമുക്കെന്തായാലും അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. കണ്ണൂർ സിറ്റി വഴിയാണ് കേട്ടോ പോകുന്നത്. ഇതുണ്ടോ എൻ്റെ പുറകിൽ വലിയൊരു ബോട്ടൊക്കെ കാണാം. അപ്പോൾ കണ്ണൂർ സിറ്റിക്ക് വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശം ഇവിടെ കണ്ണൂർ സിറ്റിയിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് അറക്കൽ കൊട്ടാരം കേട്ടോ. അപ്പോൾ ഇതിപ്പോഴേ നിലവിൽ അറക്കൽ മ്യൂസിയമായിട്ട് പ്രിസർവ് ചെയ്ത് പോരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് കാണിച്ചു തരാം. എന്താ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് കാണാൻ പറ്റുക, കണ്ണൂരിലെ ആയിക്കര. ഞാനിത് സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇവിടെ കുറേ ആൾക്കാർ ഫിഷിങ്ങിനൊക്കെ സ്ഥിരം വരുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. അവരവിടെ ഷോപ്പിൽ വരാൻ ഏകദേശം 9 മണിയാവും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങാൻ ധരിച്ചത്, കാരണം നല്ല വെയിലാണ് ഇപ്പോൾ. ഏർലി മോർണിംഗ് കുറച്ച് നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ 8 മണിക്ക് ശേഷം നല്ല വെയിലും ചൂടൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയത് കേട്ടോ. സൂര്യനിപ്പോൾ ഇതാ എക്സാക്റ്റ് ആയിട്ട് അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ ക്ലൗഡിൻ്റെ അകത്ത് മറങ്ങി നിൽക്കുകയാണ്, അതാണ് തെളിഞ്ഞ് കാണാത്തത്. അല്ലെങ്കിൽ നല്ല ഓറഞ്ച് ഷൈറ്റ്, നല്ല ക്രിംസൺ കളറായിട്ട് മൊത്തം കാണാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്കതാ ഞാൻ വേറൊന്നും കൂടി കാണിച്ചു തരാം. കണ്ണൂരിലെ പ്രശസ്തമായ തലശ്ശേരിക്കടുത്തുള്ള ധർമ്മടം ഐലൻഡ് ഉണ്ടല്ലോ, അതാണ് ഇത് അങ്ങ് ആ ദൂരഭാഗത്ത് കാണുന്നത്. ഒരു ചെറിയ മിന്നായിട്ട് കാണാൻ പറ്റും. ഈ എക്സാക്റ്റ് സ്പോട്ടിന് പറയുന്നത് മാപ്പിള ബേ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് കാണാം. പക്ഷേ ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്, അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ആ ഹൊറൈസൺ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കുറച്ച് കളറൊക്കെ മാറി വന്നിട്ട് കാണാം. അറക്കൽ മ്യൂസിയം ഒക്കെ ഇതാ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പാസ് ചെയ്തത് അറക്കൽ മ്യൂസിയം ആണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഇത് കുറച്ച് ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ കണ്ണൂർ ഫോർട്ട് വരുന്നത് കേട്ടോ. പിന്നെ വേറെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഒരു ടീഷർട്ട് കണ്ടോ, ഇത് ഫിറ്റ് ഇന്ത്യൻ്റെ ടീഷർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ഫിറ്റ് ഇന്ത്യ എന്ന് എഴുതിയിട്ട് കാണാം. അതുപോലെ ഇവിടെ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ലോഗോ കൂടി ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ 2019 ഓഗസ്റ്റ് മാസം നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്ത ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ഫിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരിലേക്ക് ഈ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ജനകീയമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്. സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈക്ലിംഗ് സൺഡേസ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്. അതായത് പബ്ലിക് എല്ലാവരും ഞായറാഴ്ചകളിൽ സൈക്ലിംഗ് ചെയ്യുക എന്നൊരു ആഹ്വാനം കൂടിയാണ് ആ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുള്ള എല്ലാ സ്റ്റേറ്റ്സിലും പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ സൈക്ലിംഗ് ആക്ടിവിറ്റീസ് നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്ലബ്ബുണ്ട്, തലശ്ശേരി സൈക്ലിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ ക്ലബ്ബ് ഈ ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഗ്രൂപ്പ് റൈഡ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യലുണ്ട്. അതിൽ പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും പങ്കെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. ഈ സൈക്ലിങ്ങിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആരും സഞ്ചരിക്കാത്ത ഓരോരോ പാതകളിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തമായ കണ്ണൂരിൽ തന്നെ കുറേ ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടുകളൊക്കെ നമ്മളിങ്ങനെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. സൈക്ലിങ് ഞാൻ ശരിക്കും ഫസ്റ്റ് സൈക്ലിംഗ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സൈക്ലിങ്ങിന് ശേഷം ജസ്റ്റ് റാൻഡമായിട്ട് തുടങ്ങിയ ആക്ടിവിറ്റിയാണ് റണ്ണിങ്.
അപ്പോൾ ഈ സൈക്ലിംഗ് റണ്ണിംഗ് എന്നെല്ലാം പറയുന്നത് ഒരു കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആണ്, കാർഡിയോ എക്സസൈസ് ആണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഹാർട്ട് സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പം ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യണം, പമ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെ കൂടുതൽ പമ്പ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിൽസ് കുറച്ചും കൂടി സ്ട്രോങ് ആവുക ചെയ്യുക. അപ്പം ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു സൈക്ലിസ്റ്റ് റണ്ണറിനെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അതായത് ഒരു നോർമൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ ഹാർട്ട് റേറ്റ് ഒക്കെ വളരെ നോർമലായിരിക്കും. അതായത് നമ്മളെ ഹാർട്ട് കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ബ്ലഡ് പല ഭാഗത്തേക്ക് പമ്പ് ചെയ്യാൻ, ബോഡിയുടെ പല ഭാഗത്തേക്ക് പമ്പ് ചെയ്യാൻ ഹാർട്ടിന് കൊടുക്കേണ്ട എഫേർട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവരെ എന്താ പറയുക, കാർഡിയോ വാസ്കുലർ ഹെൽത്ത് വളരെ കൂടുതലായിരിക്കും. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഫിസിക്കൽ ഹെൽത്തിന് പുറമേ നമ്മളെ മെൻ്റൽ ഹെൽത്ത് കൂടി ബൂസ്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സൈക്ലിംഗ്. അതായത് ഇപ്പോൾ ഒരു നല്ലൊരു ക്ലൈംബൊക്കെ, നല്ല കയറ്റമൊക്കെ കയറി മേളിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്തൊരു ഫീലാണ്. അതായത് നമുക്ക് ഫിസിക്കലി ഇമ്പോസിബിൾ ആണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് ആൾക്കാരെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാഴ്ചകൾ കണ്ടു പോകുമ്പോൾ, പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ നല്ല നല്ല കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ മെൻ്റൽ ഹെൽത്തും കൂടി ബൂസ്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കുറേ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, പ്രായം കൂടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്താ പറയുക, ലെഗ് പെയിന്, പിന്നെ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ റിക്കവറിക്ക് വേണ്ടിയിട്ട് കണ്ട ഒരു ആക്ടിവിറ്റി കൂടിയായിരുന്നു ഈ സൈക്ലിങ്. അപ്പം അങ്ങനെയും കുറേ ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ചെറിയ ആൾക്കാർ, നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ IT പ്രൊഫഷണൽസ്, ഞാൻ ഉൾപ്പെടെ കുറേ IT പ്രൊഫഷണൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താ പറയുക, 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ ഈ ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്നിട്ടെല്ലാം ഉള്ള ഒരു ലൈഫ് സ്റ്റൈലാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ സൈക്ലിംഗ് എല്ലാം ചെയ്യുമ്പോഴാണ് എന്താ പറയുക, ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറിയത്. അപ്പോൾ ഞാനൊരു കാര്യം കൂടി ഈ ഒരു സമയത്ത് പറയാം. നിങ്ങളിപ്പം കുറേ കാലമായിട്ട് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാണ്, കുറേ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇപ്പം ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ഒക്കെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ലൈഫ് സ്റ്റൈൽ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് അല്ല സൈക്ലിംഗ്, റണ്ണിങ്ങും. അത് ചെയ്യുന്നതിന് മുന്നേ ഒരു മെഡിക്കൽ അഡ്വൈസ് എടുത്തിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും കാലത്തെ ആ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ആ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അതായത് ഹാർട്ടിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോയിട്ട് റൺ ചെയ്യുക, സൈക്ലിംഗ് ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനൊക്കെ, നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ഒരു സ്ട്രെയിൻ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെയൊക്കെ കണ്ട് അവരെ ഒരു മെഡിക്കൽ അഡ്വൈസ് എടുത്തിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്ലോലി ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. പെട്ടെന്ന് ഒരു വലിയ ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്യാണ്ട് സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു നല്ലൊരു എൻഡുറൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർഡിയോ എക്സസൈസ് മാത്രമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ട്രെങ്ത് എക്സസൈസ്, അതായത് ബോഡി വർക്കൗട്ട്, പിന്നെ അതൊക്കെ ചെയ്യണം. നമ്മൾ ആംസിനൊക്കെ എല്ലാം മസിൽ വർക്കൗട്ടും കൂടി ചെയ്യണം. സ്ട്രെങ്തനിങ് എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റും. അതുമാത്രമല്ല നല്ല പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നല്ല റെസ്റ്റും, ബോഡിക്ക് റെസ്റ്റും കൂടി കൊടുക്കണം. അതായത് എക്സസൈസ്, ന്യൂട്രീഷൻ, പിന്നെ പ്രോപ്പർ റെസ്റ്റ്, ഇത് മൂന്നും പ്രോപ്പറായി നടക്കുന്നുണ്ടെങ്കിലേ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റും കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു സംഭവം കണ്ടത്. കണ്ടോ, അവിടെ ഒരു ചേട്ടൻ തോണിയിലേക്ക് കണ്ടോ ഒരു പായ അല്ലെങ്കിൽ സെയിൽ കെട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അതായത് വിൻഡ് ഇങ്ങനെ അതിലേക്ക് പിടിക്കുമല്ലോ, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട് കുറവായിരിക്കും. അപ്പോൾ ഞാനിവിടെ പോണ്ടിച്ചേരി പോയാൽ അവിടെ ഞാൻ സെയിലിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രീ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു അസോസിയേഷൻ ഉണ്ട്, ഫ്രീ ഡൈവിംഗ് കോച്ചസ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു പോണ്ടിച്ചേരിയിൽ വെച്ചിട്ട്, ഈ സെയിലിംഗ് പഠിക്കേണ്ടിയിട്ട് 5 ദിവസത്തെ ഒരു ക്യാമ്പായിരുന്നു. അപ്പോൾ പോണ്ടിച്ചേരി യാട്ട് ക്ലബിനോട് ചേർന്നിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ചെയ്തൊരു 5 ഡേ പ്രോഗ്രാം ആയിരുന്നു. അന്ന് ഞാൻ അവിടുന്ന് സെയിലിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോഴാണ് ആ ഏട്ടൻ ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ വലിയൊരു പായൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പോകുന്ന കണ്ടത്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. അന്നേരം ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ സമയം 7:45 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സൺറൈസ് ഈ ഡിസംബറിനോട് അടുക്കുന്നതുകൊണ്ട് ഇപ്പം 6:30 കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 7:45 അത്ര ഒരു വെയിൽ വന്നിട്ടില്ല. പിന്നെ ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്. അപ്പോൾ നമുക്ക് മെല്ലനെ അങ്ങോട്ട് ചവിട്ടാം, വെയിൽ വരുന്നതിന് മുമ്പ് ചവിട്ടാം. ഐക്കര ഹാർബർ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇഷ്ടംപോലെ ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെ ഹാർബറിൽ വന്നിട്ടുണ്ട്. അവർ ഇഷ്ടംപോലെ മീനുകളുണ്ടാവും. ഞാൻ ജസ്റ്റ് ആല്ലാം ഒന്ന് കാണിച്ചു തരാം.
ഇവിടുന്ന് ലെഫ്റ്റ് ഈ റോഡ് പോയാലാണ് കണ്ണൂർ കോട്ടയം എത്തുക കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കേരളത്തിലെ ഏക ക്യാൻറ്റോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്യാൻറ്റോൺമെൻറ്റ് ഏരിയയിലൂടെയാണ് ഞാനിപ്പം പാസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ വലിയൊരു കവാടം കാണാം, താങ്ക് യു ഫോർ വിസിറ്റിംഗ് ക്യാൻറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാനങ്ങനെ കണ്ണൂർ മാർക്കറ്റ് വഴി മുനീശ്വരൻ കോവിൽ നേരെ കാൾടെക്സ് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ കണ്ണൂരിൽ ഇപ്പോൾ കലോത്സവം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വരുന്ന വഴിക്ക് കലോത്സവ വേദിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ 8:30 ആവുന്നേ ഉള്ളൂ. അപ്പം പ്രോഗ്രാമൊന്നും തുടങ്ങാനായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ അധികം സ്പെൻഡ് ചെയ്തില്ല. കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ അവിടെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലഹരിക്കെതിരെ എല്ലാവരും സിഗ്നേച്ചർ ഒപ്പിട്ടിട്ടുണ്ട്, ഒപ്പ് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. കാരണം ഈ സൈക്ലിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് ഞാൻ പറയാം സ്കൂളിലും കുട്ടികളിലൊക്കെ നമ്മൾ കൂടുതൽ എത്തിക്കണം. സ്പോർട്സ് ആക്ടിവിറ്റിയിലെല്ലാം കൂടുതൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ ലഹരിയിലേക്കൊന്നും പോകാനൊന്നും അധികം നിൽക്കില്ല. കാരണം നമ്മൾ നല്ലൊരു ഫിസിക്കൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും കുട്ടികളിലേക്ക് ഇങ്ങനെയുള്ള സ്പോർട്സ് ആക്ടിവിറ്റി കൂടുതൽ എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാണുന്ന പാരൻസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അതുതന്നെയാണ് നമ്മളെ ഗവൺമെൻറ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയൊക്കെ ഇതുണ്ടോ ഫിറ്റ് ഇന്ത്യ പോലുള്ള ഇനീഷ്യേറ്റീവൊക്കെ വളരെയേറെ ഗുണകരമാണ്. ഫൈനലി നമ്മൾ സൈക്കിൾ ഷോപ്പിൽ എത്തി കേട്ടോ. ഇതാണ് സൈക്കിൾ ഷോപ്പ് വരുന്നത്, ശ്രീജിതാട്ടൻ്റെ സൈക്കിൾ ഷോപ്പ്. ബൈസിക്കിൾ കെയർ എന്നാണ് സൈക്കിളിൻ്റെ പേര്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ നമ്പർ കാണാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. മൂപ്പര് ഇവിടെ എത്താൻ 9 മണി 9:30 ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഇത് കൊടുത്തിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നെന്തോ ഭാഗ്യത്തിന് വെയിൽ തീരെ കുറവാണ്, അവിടെ നല്ല സുഖമായിട്ട് ചവിട്ടി പോകാം. നിങ്ങളുടെ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാ ഈ സൈക്കിൾ ചെയ്യുന്നതിന് തലയിൽ ഹെൽമെറ്റും പിന്നെ സൺഗ്ലാസും കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പോകുന്നത്, ഇത് കുറച്ച് ആർഭാടല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ ഇത്ര നേരവും പറഞ്ഞത് സൈക്ലിങ്ങിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ആയിരുന്നു. പക്ഷേ അതിന് പുറമേ തന്നെ ചില സാധ്യതകളുണ്ട്, അതായത് അപകടങ്ങളൊക്കെ പറ്റാനുള്ള സാധ്യതകളുണ്ട്. ഈ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ നമ്മൾ തലയിടിച്ചിട്ടൊക്കെ വീഴുമ്പോൾ നമ്മളെ തല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് വയനാട് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയനാട് എത്തിയ സമയത്ത് കുറച്ച് രാത്രിയായി. അപ്പോൾ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കുഴി പോലെ എന്തോ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ബ്രേക്ക് പിടിച്ചപ്പം ഫ്രണ്ട് ബ്രേക്കാണ് കൂടുതൽ പിടിച്ചത്. ഞാൻ മറിഞ്ഞടിച്ച് വീണു. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് എൻ്റെ തലയിൽ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും പറ്റിയില്ല കേട്ടോ. എൻ്റെ താടി പോയിട്ട് റോഡിൽ വരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് താടി ഭാഗത്ത് കുറച്ചൊരു മുറിവുണ്ടായിരുന്നു. അത് ചെറിയൊരു മുറിവാണ്. അന്ന് എന്തോ ഭാഗ്യത്തിന് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് മേജർ ഇഞ്ചുറി ഒന്നും പറ്റിയില്ല. ശരിക്കും ഹെൽമെറ്റ് ഇല്ലെങ്കിൽ തല നല്ല ഇടിയാണ് അടിച്ചത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ചിടിൻ്റെയൊക്കെ വന്നേനെ. അങ്ങനെയാണ് ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സൈക്ലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമായിട്ട് ഇടുക. പിന്നെ ഇതുപോലെ സൺഗ്ലാസ് ഇടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റോഡിലോട്ടെയോ അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ടയറിൽ തട്ടി നേരെ നമ്മളെ കണ്ണിലേക്ക് വന്ന് ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും എന്താ പറയുക ഡേർട്ട് ഇതൊക്കെ വന്ന് കണ്ണിൽ വന്നു കഴിഞ്ഞാൽ കണ്ണിനും ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ആണല്ലോ. അപ്പോൾ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. പിന്നെ കേരളം എന്ന് പറയുന്നത് അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണ് കേട്ടോ. ഡേ ടൈം നല്ല ചൂടാണ്. അപ്പോൾ ഈവൻ മഴക്കാലമാണെങ്കിലും മഴ പെയ്യുന്നില്ലെങ്കിലും നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് UV റേസ് നല്ലുള്ളൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. അപ്പം സൈക്കിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ അധികം വെയിലുള്ള സമയത്തൊക്കെ ഇങ്ങനെ സൺഗ്ലാസ് ഉപയോഗിക്കും, പിന്നെ സ്ലീവ്സ്. അപ്പോൾ അങ്ങനത്തെ പ്രൊട്ടക്റ്റീവ് ഇതൊക്കെ ഉപയോഗിക്കുക, ഗിയേഴ്സൊക്കെ ഉപയോഗിക്കുക. കാരണം സേഫ്റ്റിയാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാനിപ്പോൾ റോഡിൻ്റെ നടുവിലൂടെയല്ലേ ഓടിക്കുന്നില്ല, ഇത് പുതിയ നാഷണൽ ഹൈവേ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഓടിക്കുക സേഫായിട്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ രാത്രി കാണിച്ചു തരാം. ഇന്ന് മിഡ് നൈറ്റ് ഒരു കാര്യമായ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നമ്മളെ തലശ്ശേരി സൈക്ലിംഗ് ക്ലബ്ബിലെ മെമ്പേഴ്സിനെ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ. സമയം ഇപ്പോൾ രാത്രി 11 മണി. ഇത്രയും ആൾക്കാർ ഇവിടെ എന്തിനാ കൂടി നിൽക്കുന്നത് എന്നല്ലേ. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ നടക്കുന്ന മിഡ് നൈറ്റ് റണ്ണിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് അത്ലറ്റുകൾ ഇവിടെ കൂടി നിൽക്കുന്നത്. രാത്രി 11 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത റണ്ണിൽ ടോട്ടൽ 7 കിലോമീറ്റർ ആണ് ഓടേണ്ടത്. നമ്മുടെ തലശ്ശേരി സൈക്ലിംഗ് ക്ലബ്ബിൽ നിന്ന് ഞാൻ, ജിതിനേട്ടൻ, സായി ഏട്ടൻ, പിന്നെ നൈലേഷ് ഏട്ടൻ അടങ്ങുന്ന 4 പേരാണ് ഈ ഒരു ഓട്ടത്തിന് പങ്കെടുക്കാനായി വന്നിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവായിരിക്കുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിൽ ഏകദേശം 1500 മുതൽ 2000-ഓളം റണ്ണേഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 2 കിലോമീറ്റർ വഴിയരികിൽ ചെറിയ സ്നാക്സും വെള്ളവും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സപ്പോർട്ടിന് ആംബുലൻസ് സൗകര്യവും ഉണ്ടായിരുന്നു. 3 കിലോമീറ്റേഴ്സ്
അർദ്ധരാത്രി ആയിട്ട് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായി റോഡരികിൽ കുറേ പേർ വന്നിട്ടുണ്ടായിരുന്നു. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അങ്ങനെ മിഡ് നൈറ്റ് റണ്ണ് ഫിനിഷ് ചെയ്ത് കേട്ടോ. ഇതാ ഫിനിഷ് ചെയ്തിട്ട് മെഡല് കിട്ടിയിട്ടുണ്ട്. ഇത്തോട്ടെ എങ്ങനെയുണ്ട് റണ്ണ്? നൈലേഷേട്ടൻ എങ്ങനെയുണ്ട്? പിന്നെ സൈട്ടൻ എങ്ങനെയുണ്ട്? റണ്ണ് അടിപൊളി റണ്ണാണ്. നല്ല എലവേഷൻ ആയിരുന്നു. അടിപൊളി റണ്ണ്, സൂപ്പർ റണ്ണാണ്. പക്ഷെ കുറച്ച് ചൂടുണ്ടായില്ല. നല്ല ചൂട്, നല്ല ചൂട്. നമ്മളെന്തായാലും മാനേജ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടുകാർ നല്ല സപ്പോർട്ട് ആയിരുന്നു കേട്ടോ. എല്ലാവരും വീട്ടിൽ നിന്നെല്ലാം പുറത്തിറങ്ങി വന്നിട്ട് നമ്മളെല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.